ഭാരതീയ മോൾ ഓഫ് ബാംഗ്ലൂരു. ബാംഗ്ലൂരിലെ യലഹാങ്ക തനിസാന്ദ്ര റോട്ടിലുള്ള RK ഹെഡ്സ് നഗറിലാണ് ഭാരതീയ മോൾ ഉള്ളത്. ബാംഗ്ലൂർ സിറ്റിക്കുള്ളിൽ മറ്റൊരു സിറ്റി, അതാണ് ഭാരതീയ സിറ്റി. ഒരു സിറ്റിക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഈ ഭാരതീയ സിറ്റിയുടെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഈ കാണുന്ന ഭാരതീയ മോളാണ്. അപ്പോൾ ഭാരതീയ മോളിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ബാംഗ്ലൂരിലെ RK ഹെഡ്സ് നഗറുള്ള സിഗ്നലാണിത്. ഇതിൻ്റെ തൊട്ട് സൈഡിലുള്ള വഴിയിലാണ് ഭാരതീയ സിറ്റിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഒരു ബോർഡൊക്കെ കണ്ടില്ലേ, ഭാരതീയ മോൾ ഓഫ് ബാംഗ്ലൂരു. അങ്ങനെ ഈ സിഗ്നലിൻ്റെ തൊട്ട് സൈഡിലുള്ള വഴി കൂടെ, അതായത് ഭാരതീയ സിറ്റിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് നമ്മൾ കടക്കുകയാണ്. പോകുന്ന വഴി ലെഫ്റ്റ് സൈഡ് ടെക് പാർക്ക് കാണാം. IBM ഉൾപ്പെടെ വിവിധ IT കമ്പനികളുള്ള ഒരു ടെക് പാർക്കാണിത്. റൈറ്റ് സൈഡ് ഒരുപാട് അപ്പാർട്ട്മെൻറ്റ്സുകളുണ്ട്. ലീല ഗ്രൂപ്പിൻ്റെ, ശോഭ ഡെവലപ്പേഴ്സിൻ്റെ, മന്ത്രി സ്ക്വയറിൻ്റെ ഒക്കെ 2000 എബവ് അപ്പാർട്ട്മെൻറ്റ്സ്. പോകുന്ന വഴി ഒരുപാട് വൃക്ഷങ്ങളും ചെടികളും ഒക്കെയുള്ള ഒരു നടപ്പാതകളും ബ്യൂട്ടിഫുൾ ആംബിയൻസ്. അങ്ങനെ നമ്മൾ നേരെ സ്ട്രെയിറ്റ് പോകുമ്പോൾ ഭാരതീയ സിറ്റിയുടെ ഓഫീസൊക്കെ കാണാം. അങ്ങനെ നമ്മൾ നേരെ സ്ട്രെയിറ്റ് ആ റോഡ് പോകുമ്പോൾ ഭാരതീയ സിറ്റിയിലെ ഭാരതീയ മോളിൻ്റെ ബാക്ക് സൈഡ് എൻട്രിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഈ ബാക്ക് സൈഡ് എൻട്രിയിലാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം. 2021 ഈ മോൾ സ്റ്റാർട്ട് ചെയ്തത്. നമ്മളങ്ങനെ ബാക്ക് സൈഡ് എൻട്രിയിലെത്തി നേരെ ബേസ്മെൻറ്റിൽ പോയി വാഹനം പാർക്ക് ചെയ്യാൻ പോവുകയാണ്. അന്ന് പാർക്കിംഗ് ഫീ ഫ്രീ ആയിരുന്നു, ബട്ട് ഇന്ന് ഫ്രീ അല്ല. നമ്മൾ ഫസ്റ്റ് ആ മെയിൻ സിറ്റി, ഭാരതീയ സിറ്റിയുടെ മെയിൻ റോട്ടിൽ കൂടെ വരുമ്പോൾ ഫസ്റ്റ് ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാരതീയ മോളിൻ്റെ മെയിൻ എൻട്രൻസിലോട്ട് എത്താം. നിങ്ങൾ ഉബർ ഓലയൊക്കെ വിളിച്ച് വരികയാണെങ്കിൽ ഇവിടെ വന്നെത്താവുന്നതാണ്. ഇതാണ് ഭാരതീയ മോളിൻ്റെ മെയിൻ എൻട്രൻസ്. അപ്പോൾ ഫസ്റ്റ് ലെഫ്റ്റ് തിരിഞ്ഞാൽ മതി ഭാരതീയ സിറ്റിയുടെ മെയിൻ എൻട്രൻസിൽ നിന്ന് വരുമ്പോൾ. ഇനി നിങ്ങൾ വാഹനങ്ങളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ മെയിൻ എൻട്രൻസിൽ കൂടെ ഈ റോട്ടിൽ കൂടെ നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക് സൈഡ് എൻട്രിയിലോട്ട് എത്താം. അങ്ങനെ നേരെ പോയി വാഹനം പാർക്ക് ചെയ്ത് നിങ്ങൾക്ക് മോളിൻ്റെ മെയിൻ എൻട്രൻസിലോട്ട് വരാവുന്നതാണ്. അത്ര വലിയ ക്രൗഡഡ് ആയിട്ടുള്ള മോളൊന്നുമല്ല മറ്റു മോളുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ. ബട്ട് എക്സ്പോർട്ട് ടൈം ലൈക്ക് ദീപാവലി, ക്രിസ്മസ്, ന്യൂ ഇയർ ഈവൻ ടൈമിലൊക്കെ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ കാണുന്ന സ്ഥലത്തൊക്കെ മ്യൂസിക് ഷോ, ഒരുപാട് കുട്ടി കുട്ടി ഷോപ്പുകൾ, ഒരുപാട് പ്രോഗ്രാംസ് ഇവർ അറേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ആ സമയത്തിരി ക്രൗഡഡ് ആയിരിക്കും. ക്രിസ്മസ് ടൈം ഒക്കെ ആണെങ്കിൽ സാൻ്റെ അപ്പൂപ്പൻ ഇവിടെ ഇതിൽ കൂടെ ഓടി നടക്കുന്നൊക്കെ കാണാം. ഈ കാണുന്ന ഗോൾഫുകാരൊക്കെ കണ്ടില്ലേ. ഈ ഭാരതീയ മോളിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് ട്രാൻസിറ്റ് സൗകര്യമുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ സൗകര്യം യൂസ് ചെയ്യാവുന്നതാണ്. ഭാരതീയുടെ സിറ്റിയുടെ ആ മെയിൻ റോഡ് വരെ ഇത് പോകുന്നതാണ്. ചുറ്റുമുള്ള സ്ഥലങ്ങളും ആംബിയൻസും ഒക്കെ കാണാൻ പറ്റും അതിൽ കൂടെ പോയി കഴിഞ്ഞാൽ. പിന്നെ ഒരു ബസ് സൗകര്യമുണ്ട് ബാംഗ്ലൂർ സിറ്റിയിലെ മറ്റ് സ്ഥലങ്ങളിലോട്ട് പോകാനായിട്ട് ഭാരതീയ സിറ്റിയിൽ നിന്ന്. അങ്ങനെ നേരെ എൻട്രൻസിലോട്ട് പോവുകയാണ്. ആസ് യൂഷ്വൽ ഒരു നോർമൽ മോളാണ്. ഒരുപാട് ബ്രാൻഡഡ് ഷോപ്പുകളൊക്കെയുള്ള. വലിപ്പത്തിൻ്റെ കാര്യത്തിൽ അത്ര വലുതൊന്നുമില്ലെങ്കിലും എന്തുകൊണ്ട് ഞാൻ ഈ മോൾ സജസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലൊരു ആംബിയൻസ് ഉള്ള മോൾ വേറെ എവിടെയും കിട്ടില്ല. ആംബിയൻസ് മീൻസ് ഔട്ട്സൈഡ് ആംബിയൻസ്. ലൈക്ക് ഇന്നത്തെ എല്ലാ മോളുകളും, ഇന്ത്യയിലെ എല്ലാ മോളും അതിന് ചുറ്റും ഒരുപാട് അപ്പാർട്ട്മെൻറ്റ്സും ടെക് പാർക്കൊക്കെ ഉള്ള മോളുകളാണ്. ബട്ട് ഇവിടുത്തെ ആംബിയൻസ് വേറെ എവിടെയും കിട്ടില്ല. ഇത് ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. കോസ്മെറ്റിക് കടകളൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു ആംബിയൻസ് ഉള്ളൊരു, അതായത് സിറ്റിക്കുള്ളിലൊരു മോള്, അതിന് ചുറ്റും ആംബിയൻസ്, പാർക്ക്, ഗ്രൗണ്ട്, അങ്ങനെ ഒരുപാട് ആംബിയൻസ് ഉള്ളൊരു മോള് വേറെ എവിടെയും കിട്ടില്ല. അപ്പോൾ നല്ലൊരു അടിപൊളി ആംബിയൻസ് ആണ്. ഞാൻ നേരെ എസ്കലേറ്റർ കയറി ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവുകയാണ്. ഈ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു എക്സിറ്റ് കാണാം. ഈ എക്സിറ്റ് എന്ന് പറയുന്നത് മോളിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ഔട്ട്ഡോറിലോട്ടാണ് എക്സിറ്റ് വരുന്നത്. നിങ്ങൾക്ക് മോളിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ പുറത്തേക്കൂടെ കടന്നു പോകാവുന്നതാണ്. അവിടെ ഒരുപാട് കുട്ടി കുട്ടി ഷോപ്പുകളൊക്കെ കണ്ടില്ലേ. അപ്പം അങ്ങനെ നേരെ ഞാൻ ഫസ്റ്റ് ഫ്ലോറിലെത്തി. ഞാനൊരു ചായ കുടിക്കാൻ പോവാണ്. ഞാൻ ഏത് മോളിൽ പോവുകയാണെങ്കിലും ചായൂസ് അല്ലെങ്കിൽ ചായ പോയിന്റിൽ പോയി ചായ കുടിക്കും. എൻ്റെ ഫേവറേറ്റ് ആണ്. ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട്. ഇത്തിരി കോസ്റ്റ്ലി ആണെങ്കിൽ കൂടി ഫസ്റ്റ് ബാംഗ്ലൂർ ആദ്യമായിട്ട് വരികയാണെങ്കിൽ ഇത് ഇവിടെ നിന്ന് ചായ ഒന്ന് കുടിച്ച് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. നല്ല ക്വാളിറ്റി ചായയാണ്. ഇപ്പം ഞാൻ ചായൂസിലെ ചായ കുടിക്കാൻ പോവാണ്. ചായയും കാപ്പിയും എനിക്ക് അത്ര ഇഷ്ടമല്ലെങ്കിൽ കൂടി ഇവിടുത്തെ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ നേരെ ചായ കുടിച്ച് സെക്കൻഡ് ഫ്ലോറിലോട്ട് കയറി. അപ്പോൾ ഒരുപാട് ബ്രാൻഡഡ് ഷോപ്പുകളിലേക്ക് ലെവീസ്, ട്രെൻഡ്സ്, വെറമോഡ, സ്റ്റുഡിയോ ഇല്ല കേട്ടോ ഇവിടെ, മാക്സ്, പാൻറ്റലൂൺസ്, ലൈഫ് സ്റ്റൈലൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ബ്രാൻഡഡ് ഷോപ്പിങ്ങും നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ അതിന് പുറത്തുള്ള ആംബിയൻസ് ഇതാണ്. പുറത്ത് അതിൻ്റെ മോളിൽ നിന്നുള്ളൊരു അതിൻ്റെ ഔട്ട്ഡോർ ഭാഗമാണ് മോളിൻ്റെ. ഷോപ്പുകളൊക്കെ കണ്ടില്ലേ. അത് നൈറ്റ് ടൈമും വീക്കെൻഡ് ടൈമിലൊക്കെ ആ ഷോപ്പുകളൊക്കെ ആക്റ്റീവ് ആവുള്ളൂ. അവിടെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവാറുണ്ട്, മ്യൂസിക്കൽ പ്രോഗ്രാമൊക്കെ. അപ്പം മോളിൻ്റെ ലെഫ്റ്റ് സൈഡാണ് ആ ഭാഗം. ഇത് ഞാൻ ഇനി ഒരു കുട്ടി ഷോപ്പിലോട്ട് പോകാറാണ്. അതായത് ഒരുപാട് ആക്സസറീസും ഉള്ള ഒരു കുട്ടി ഷോപ്പിലേക്ക് ബാഗുകളും കീ ചെയിനും പാനും പെൻസിലൊക്കെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉള്ള ഒരു കുട്ടി ഷോപ്പിംഗ്, ഒരു വിൻഡോ ഷോപ്പിംഗ്. നമ്മളൊരു 1000 എബോവ് കാണുകയാണെങ്കിൽ എപ്പോഴും കണ്ണ് തള്ളും. പക്ഷേ ഞാൻ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും വാങ്ങാറുണ്ട്. ഇത് കുട്ടികളുടെ ഒരു ടോയ്സൊക്കെ ഉള്ളൊരു വലിയൊരു ഷോപ്പാണ്. ഒരുപാട് ആക്സസറീസ് ഉണ്ട് ഇവിടെ. ഇത് അമീബയുടെ ഒരു വീഡിയോ ഗെയിംസ് ആക്ടിവിറ്റീസ് ഒക്കെയുള്ള ഷോപ്പാണ്. ബട്ട് ഇത്തിരി കോസ്റ്റ്ലിയാണ്. അപ്പോൾ നിങ്ങൾ ഓഫീസിൽ നിന്ന് ടീം ഔട്ടിംഗ് ഒക്കെ വരികയാണെങ്കിൽ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും.
ഇത്തിരി കോസ്റ്റ്ലിയാണ്, ബട്ട് കൂടുതൽ ആക്ടിവിറ്റീസ് ഉള്ളൊരു മറ്റ് മോളുകളൊക്കെ വെച്ച് ഞാൻ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഈ ഷോപ്പിൽ. അമീബയുടെ ഒരു ഷോപ്പാണ്, വീഡിയോ ഗെയിംസ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കളിക്കാൻ പറ്റിയൊരു ഷോപ്പ്. അപ്പോൾ ഇവിടുത്തെ ഔട്ട്സൈഡ് ആംബിയൻസ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും. ഞാനിവിടെ അടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ ആ ഒരു ഔട്ട്സൈഡ് മോർണിംഗും ഈവനിങ്ങും ഒക്കെ നടക്കാനും ജോഗിങ്ങിനും ഒക്കെ സൗകര്യമുള്ളതാണ്. PVR 7 സ്ക്രീൻസ് ഉണ്ട്. ഇത് ഫുഡ് കോർട്ടാണ്, ബട്ട് പേഴ്സണലി ഞാൻ ഇവിടുത്തെ ഫുഡ് കോർട്ട് സജസ്റ്റ് ചെയ്യില്ല, കാരണം ഭയങ്കര കുറച്ച് ഷോപ്പുകളേ ഉള്ളൂ. ഡെസേർട്ട് ഷോപ്പുകളാണ് കൂടുതൽ. പിന്നെ ഒരു ഇന്ത്യൻ വെജ് റെസ്റ്റോറൻ്റ് ഉണ്ട്, പിന്നെ ബഫേ ഒക്കെയുള്ള ഒരു താലിയൊക്കെ കിട്ടുന്നത്. പക്ഷേ നോൺ വെജിറ്റേറിയൻസിന് അധികം ഓപ്ഷൻസ് ഒന്നുമില്ല. പിന്നെ മെയിനായിട്ട് ഇവിടെ ആംബിയൻസ് എക്സ്പ്ലോർ ചെയ്യാനും പിന്നെ ഇവിടെ PVR XL സ്ക്രീനുള്ള PVR ഒക്കെ ഉണ്ട്. ഇത് ബേസ്മെൻറ്റിലുള്ള ട്രെൻഡ്സിൻ്റെ ഷോപ്പ്, പിന്നെ ഒരു സൂപ്പർ മാർക്കറ്റ്, റിലയൻസിൻ്റെ ഒരു മാർട്ടുണ്ട്. മോളിൻ്റെ എൻട്രൻസിൽ നിന്ന് ജസ്റ്റ് ഓപ്പോസിറ്റ് കടന്നു കഴിഞ്ഞാൽ കിടക്കാനും നടക്കാനും ഇരിക്കാനും ഈവൻ റീൽസ് എടുക്കാനും ഞാൻ ഒരുപാട് റീൽസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരുപാട് മലയാളികളുണ്ട്. ഇവിടെ അടുത്ത് തന്നെ മാനിത ടെക് പാർക്ക് ഉണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലുള്ള ആളുകൾ വരുന്നുണ്ട്, ഇവിടെ താമസിക്കുന്നുണ്ട്. ഇവിടുത്തെ അപ്പാർട്ട്മെൻറ്റുകളിൽ മലയാളീസ് ഇവിടെ കൂടുതലുണ്ടാകും, കാരണം ഇവിടെ കർണാടക കോളേജ്, ക്രിസ്തു ജയന്തി കോളേജ്, രവ യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ കുട്ടികൾ കൂടുതൽ മലയാളീസാണ്. അപ്പോൾ മലയാളീസിനെ കാണാൻ നമുക്കിവിടെ വരുമ്പോൾ. ഇപ്പോൾ ബാംഗ്ലൂർ എപ്പോഴും വെയിലൊക്കെ ഒന്നും ഇല്ലാത്ത കാലാവസ്ഥയായതുകൊണ്ട് നല്ല ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് കാറ്റൊക്കെ കണ്ട് നടക്കാൻ പറ്റുന്ന സ്ഥലം. ഇപ്പോൾ കബൻ പാർക്ക്, ലാൽബാഗൊക്കെ പോവുകയാണെങ്കിൽ ബാംഗ്ലൂരിൽ അത്തരം സ്ഥലങ്ങളൊക്കെ ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും. പക്ഷേ ഇവിടെ അത്ര ക്രൗഡഡ് അല്ല. ഒരുപാട് നടക്കാനുണ്ട്, ഒരുപാട് വൃക്ഷങ്ങളും നല്ല ബ്യൂട്ടിഫുൾ ആംബിയൻസ് ആണ്. ഈ ഒരു ആംബിയൻസ് എവിടെയും കിട്ടില്ല. ഞാനിവിടെ ജസ്റ്റ് അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കാൻ വന്ന് പോയിട്ടുള്ള ആളാണ്. എനിക്ക് ജസ്റ്റ് അത് മിസ് ചെയ്യുന്നു, കാരണം ഈ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുകയാണെങ്കിൽ ഇവിടെ എന്നും നമുക്ക് വന്ന് ജോഗിങ് ആ വ്യൂ ആസ്വദിച്ച് ജീവിക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഹെബ്ബാൽ സൈഡൊക്കെ വരികയാണെങ്കിൽ, ഹെബ്ബാൽ ഫ്ലൈ ഓവറിൽ നിന്ന് ജസ്റ്റ് 5 കിലോമീറ്റർ ഉള്ളൂ, ആ സൈഡ് വരികയാണെങ്കിൽ യലഹങ്ക എയർപോർട്ട് റോഡിലൊക്കെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ്. നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷനും മെട്രോ സ്റ്റേഷനും ഒക്കെ KR-പുരാണ്. നിങ്ങൾ ആ റൂട്ടിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ആംബിയൻസ് എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ്. 24 hours സെക്യൂരിറ്റി ഉണ്ട്. മോർണിംഗും ഈവനിങ്ങും ഒരുപാട് നടക്കാനുണ്ട്. മോളിന് ചുറ്റും അപ്പാർട്ട്മെൻറ്റ്സും പിന്നെ ഒരു സിറ്റിക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളുള്ളൊരു സ്ഥലം. ലൈക്ക് ക്ലിനിക് ഉണ്ട്, ബാങ്ക്, HDFC ബാങ്ക് ഉണ്ട്, ഇൻ്റർനാഷണൽ സ്കൂളുണ്ട്, പ്ലേ സ്കൂൾ, റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റ്സ്, പിന്നെ ട്രാൻസിറ്റിനായിട്ട് ബസ്, ഗോൾഫ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്ത് അടിപൊളി വ്യൂ ആയിട്ട് ഷോപ്പിംഗ് ഒക്കെ ആസ്വദിക്കാൻ പറ്റി. ഇനി ഞാൻ നടന്ന് ക്ഷീണിച്ച് ജസ്റ്റ് വീണ്ടും കാർ എടുത്തതിന് ചുറ്റും ഒന്ന് കറങ്ങിയത് ലീല ഗ്രൂപ്പിൻ്റെ 5 സ്റ്റാർ ഹോട്ടലാണ്, നിക്കു അപ്പാർട്ട്മെൻറ്റ്സ്. ഒരുപാട് അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ ഒരു സിറ്റിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഒരു സിറ്റിയുടെ ഉള്ളിലൊരു മോളും അതിൻ്റെ ആംബിയൻസ്, ഒരു എത്ര ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഇതുള്ളത്. അപ്പോൾ ഒരു സിറ്റി ലൈഫിൽ നിന്നൊക്കെ മാറി, ഒരു തിരക്കിൽ നിന്നൊക്കെ മാറി പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇപ്പോൾ ബാംഗ്ലൂരിലെ തിരക്കേറിയ നഗരങ്ങളിൽ നിന്നൊക്കെ മാറി ഒരുപാട് റിലാക്സ് ചെയ്ത് നമ്മുടെ ആവേശം സിനിമയിൽ കാണിക്കുന്ന ഷാലിമാർ കിച്ചണാണ്. അതായത് ലാസ്റ്റ് ഭാഗത്ത് പിയൂൺ ബിബിനി ശാന്തിനിവരെയൊക്കെ കൊണ്ടിട്ട് അവർ കാശ് തന്നില്ല എന്ന് പറഞ്ഞ് വരട്ടിടാന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുന്നില്ല, ആ സ്ഥലമാണ് കേട്ടോ ഇത്, ഷാലിമാർ കഫേ. പോകുന്ന വഴി അടിപൊളി ഒരു ദോശക്കടയുണ്ട്. ബാക്കി കോഫി ഷോപ്പുകളും സ്നാക്സ് കടകളൊന്നും എനിക്ക് അത്ര പ്രിഫറബിൾ ആയിട്ട് തോന്നിയില്ല. അപ്പോൾ ഒരു ദോശക്കടയുണ്ട്, ദാ ഈ കാണുന്ന ദോശക്കട, നല്ല അടിപൊളി ദോശ കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ എക്സിറ്റിലോട്ട് പോവുകയാണ്. വീണ്ടും സിഗ്നലിൻ്റെ അവിടേക്ക് എത്തി. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്